പരിശുദ്ധനായ പൗലോസ്ലീഹ. ക്രൈസ്തവ സഭയിലെ ഉജ്ജ്വല നക്ഷത്രമാണ് പൗലോസ്ലീഹ. പരീശനും റോമ പൗരനുമായിരുന്നു. AD 5-നും 15-നും ഇടയ്ക്കാവാം ജനനമെന്നാണ് കരുതപ്പെടുന്നത്. തർസൂസ് എന്ന വ്യാപാര നഗരത്തിലാണ് ജനനം. തർസൂസ് അക്കാലത്തെ ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്നും ലോക വ്യാപാര മേഖലയുടെ തലസ്ഥാനവും റോമൻ ഭരണത്തിന്റെ എല്ലാ പ്രൗഢിയും നിലനിർന്ന പട്ടണമാണ്. പൗലോസ് യഹൂദനും ബെന്യാമീൻ ഗോത്രത്തിന്റെ ഭാഗവുമായിരുന്നു. കുലത്തിലെ ഏറ്റവും വലിയ രാജാവായ ശൗലിന്റെ പേര് തന്നെയാണ് ലഭിച്ചത്. സ്തേഫാനോസിന്റെ മരണസമയത്താണ് ആദ്യമായി ശൗലിനെ കാണുന്നത്. സഹതയെ കല്ലെറിയുന്നവരുടെ വസ്ത്രം സൂക്ഷിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്. യഹൂദ, യവന, റോമൻ സംസ്കാരങ്ങളുടെ സ്വാധീനം പൗലോസ്ലീഹയിൽ കാണാം. ഗമാലിയൽ എന്ന പരീക്ഷ ഗുരുവിൽ നിന്നാണ് ശൗൽ വിദ്യാഭ്യാസം നേടുന്നത്. പിന്നീടുള്ള ജീവിതത്തിലൊക്കെയും സ്വാധീനം തെളിഞ്ഞു കാണാം. തർശീഷിന്റെ സാന്നിധ്യവും വാണിജ്യ മേഖലയിൽ മാത്രമല്ല മറ്റു രംഗങ്ങളിലും കാണാം. അക്കാലത്തെ ഏറ്റവും നല്ല കൂടാര നിർമ്മാതാക്കൾ അവരായിരുന്നല്ലോ. അതിന്റെ സ്വാധീനവും പിന്നീട് പൗലോസിൽ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായത്തിൽ ആണ് പൗലോസിന്റെ മാനസാന്തരം കാണുന്നത്. യഹൂദ മത നേതാക്കളുടെ കൽപ്പനയുമായി അന്ത്യോക്യയിൽ ക്രൈസ്തവരെ നശിപ്പിക്കുവാൻ പുറപ്പെടുന്ന ശൗൽ അവിടെ വെച്ച് ഒരു ദർശനം കാണുന്നു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന ചോദ്യവും നീ ആരാകുന്നു കർത്താവേ എന്ന മറുചോദ്യത്തിന് നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ എന്ന മറുപടിയും ലഭിക്കുന്നു. അതിനുശേഷം അവൻ അന്ധനായി തീരുകയാണ്. ശൗൽ അന്ധനായതിനു ശേഷം അനന്യാസ് എന്ന ശിഷ്യൻ വന്ന് അവനെ വീട്ടിൽ കൂട്ടുകയും അവന്റെ മാനസാന്തരവും നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിന്റെ നാമത്തിൽ അനന്യാസ് കൈവച്ച് പൗലോസിന് സൗഖ്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പരിശുദ്ധാത്മ സ്നാനവും നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസ് ആകാരത്തിൽ കുറിയവനായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നല്ല ആരോഗ്യം ഉള്ളവനായിരുന്നു. തമ്മിൽ ചേർന്ന പുരികവും വലിയ മൂക്കും ഐശ്വര്യവുമുള്ള മുഖം എന്നാണ് 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പൗലോസിന്റെയും തെക്കായുടെയും നടപടികൾ എന്ന കൃതിയിൽ പറയുന്നത്. ശാരീരികമായി ചില ബലഹീനതകൾ ഉള്ളതായും കാണുന്നു. പൗലോസ് അതിനെ ജഡത്തിൽ ശൂലമെന്നും അത് തന്റെ ജീവിതത്തിൽ അഹങ്കാരം വരാതെ ഇരിക്കുന്നതിന് ദൈവം നൽകിയ വരമായിട്ടുമാണ് കാണുന്നത്. അവിടെ ഇത് മാറുവാനൊക്കെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ പറയുന്നൊരിത്, എന്റെ കൃപയാണ് നിനക്ക് മതി, എന്റെ കൃപ ബലഹീനതയിൽ ശക്തിപ്പെടുന്നു എന്ന് പറയുകയാണ്. പിന്നീടുള്ള ജീവിതത്തിൽ അവന്റെ ജീവിതത്തിലെ ആ വേദനകൾ സ്വയം പുണരുന്ന പൗലോസിനെയാണ് കാണുന്നത്. തികഞ്ഞ വാഗ്മിയും ചിന്തകനും ദാർശനികനുമായിരുന്നു പൗലോസ്ലീഹ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിനെ പോലെ പ്രകൃതിയിൽ നിന്നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടത്, മറിച്ച് പരീക്ഷമതവും യവന സംസ്കാരവും നന്നായി സ്വാധീനിച്ചു. അതിനേക്കാളൊക്കെ ഉപരിയായി ക്രിസ്തുവിന്റെ സ്നേഹവും. മാനസാന്തരത്തിന് ശേഷം അറേബ്യ, ദമസ്കോസ് എന്നിവിടങ്ങളിലായി 3 വർഷം താമസിച്ചു. പിന്നീട് യെരുശലേമിൽ വന്നു. അവിടെ നിന്ന് തർശൂസിലും സിറിയ, കിലിക്യ, റോമ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതായിട്ട് കാണുന്നു. ആദ്യകാലങ്ങളിൽ ബർണബാസിനൊപ്പമാണ്. അന്ത്യോക്യയിലേക്കാണ് ബർണബാസ് ആദ്യമായിട്ട് പൗലോസിനെ ക്ഷണിക്കുന്നത്. അതിനിടയ്ക്ക് പലതവണ കാരാഗ്രഹത്തിൽ ആകപ്പെടുന്നതായിട്ടും വിശുദ്ധ വേദോത്സവത്തിൽ പറയുന്നു. പ്രധാനമായും 3 മിഷണറി യാത്രകളാണ് പൗലോസിന്റേതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യൂറോപ്പിൽ ആദ്യമായി ക്രിസ്തുമതം എത്തിക്കുന്നത് പൗലോസ്ലീഹയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായത്തിൽ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. നദീതീരത്ത് വെച്ച് ലുദിയ എന്ന രക്താംബര വിൽപ്പനക്കാരിയും സംഘവും പൗലോസിനെ സ്വീകരിക്കുന്നു. എന്നാൽ അതിനുശേഷം കാരാഗ്രഹത്തിലാക്കപ്പെടുന്നു. അർദ്ധരാത്രിയിൽ ശീലാസ് പൗലോസ്ലീഹയും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭൂമി കുലുങ്ങുന്നതായും കാരാഗ്രഹം തുറക്കപ്പെടുന്നതായിട്ട് കാണുന്നു. ഇതിനുശേഷം കാരാഗ്രഹ പ്രമാണിയും ലുദിയായെ പോലെ കുടുംബമായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. പൗലോസിന്റേതായി എബ്രായ ലേഖനം കൂടാതെ 13 ലേഖനങ്ങൾ കൂടിയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, തെസലോനിക്കർക്ക് എഴുതിയ 2 ലേഖനം, തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം, ഫിലോമോന് എഴുതിയ ലേഖനം. ഇങ്ങനെ കുറെ ലേഖനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹവും കരുണയും സഹവർത്തിത്വവും കഷ്ടതയിൽ തളരുത് എന്ന ക്രിസ്തുവിന്റെ ഉപദേശവും തന്റേതായ കാഴ്ചപ്പാടുകളും എല്ലാം ക്രമീകരിച്ചുള്ളതാണ് പൗലോസിന്റെ ലേഖനങ്ങൾ. ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്നാണ് സ്വയം വിശേഷിപ്പിച്ചത്.
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനായിരുന്നു എന്ന ചിന്ത എപ്പോഴും ഭരിച്ചിരുന്നു. വീണ്ടും താനായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് എന്ന വലിയ ബോധ്യം പൗലോസ്ലീഹായെ എപ്പോഴും ഭരിച്ചിരുന്നു. അനേകം കഷ്ടതകൾ കൂടി കടക്കേണ്ടി വന്നിട്ടും അതിലൊന്നും തളർന്നു പോകാതെ ക്രിസ്തുവിനെ പുൽകിയ സ്ലീഹായാണ് പരിശുദ്ധനായ പൗലോസ് സ്ലീഹ. പൗലോസ് സ്ലീഹ ധീരനായ ഒരു സ്ലീഹായാണ്. ക്രിസ്തുവിനെ പ്രതി തനിക്ക് കിട്ടാവുന്ന സ്ഥാനമാനങ്ങളെല്ലാം വലിച്ചെറിയുന്ന പൗലോസ് സ്ലീഹ അതിനെയൊക്കെ ചവറ് എന്നാണ് എണ്ണുന്നത്. എന്നാൽ തന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും വലിയ കൃപയെന്നും ശക്തിയെന്നും തിരിച്ചറിയുന്ന പൗലോസ് സ്ലീഹ റോമാലേഖനത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്ന ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇതൊന്നും എന്നെ ക്രിസ്തുവിൽ നിന്ന് അകറ്റത്തില്ല എന്ന് പൗലോസ് സ്ലീഹ പറയുകയാണ്. AD 64 67 ഇടയ്ക്ക് റോമയിൽ വെച്ച് 65 വയസ്സിൽ ആണ് മരിക്കുന്നത് അല്ലെങ്കിൽ രക്തസാക്ഷിയാകുന്നതെന്നാണ് പാരമ്പര്യം. ജൂൺ മാസം 29 പത്രോസ് ലീഹായ്ക്കൊപ്പം പൗലോസ് ലീഹായുടെ ഓർമ്മദിനം കൊണ്ടാടുന്നത്. കർത്താവിന്റെ തിരുസഭയെ നശിപ്പിക്കുവാൻ ശ്രമിച്ച ശൗൽ പിന്നീട് അതിന്റെ കാവൽക്കാരനായ പൗലോസായി മാറുകയാണ്. ചരിത്രത്തിൽ പിന്നീട് ഇത് എപ്പോഴും ആവർത്തിക്കുന്നതായി കാണാം. എവിടെയൊക്കെ രക്തസാക്ഷികൾ ഉണ്ടാകുന്നുവോ അവിടെയൊക്കെ ക്രിസ്തു മാർഗം ശക്തമാവുകയാണ്. വിശുദ്ധന്മാരുടെ രക്തം തിരുസഭയ്ക്ക് വളമായി എല്ലായ്പ്പോഴും മാറുന്നു. സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തു മാർഗം പൗലോസ് ലീഹായെ പോലെ ലോകത്തിനും പ്രകാശമാകട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവനാകുന്നു എന്ന ആ ബോധം പ്രതീക്ഷകൾ അസ്തമിച്ച് നിരാശയിൽ വീഴുന്ന ഈ ലോകത്തിന് പ്രതീക്ഷയാകട്ടെ. ക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എല്ലാ ലോകത്തിനും വെളിച്ചമാകട്ടെ. നന്മയുടെ സ്നേഹത്തിന്റെ ഭാഷ ലോകം മുഴുവൻ പടരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.